ഇന്ന് ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയാണ്. ദിൻദിങ്കൽ ബിരിയാണി ആണ് റെഡിയാക്കുന്നത്. വളരെ കുറഞ്ഞ സമയം മതി ഈ ബിരിയാണി ഉണ്ടാക്കാൻ. ഇതിൽ ചേർക്കുന്ന മസാല പേസ്റ്റ് ഓൾറെഡി കുക്ക്ഡാണ്. എൻ്റെ യൂട്യൂബ് ചാനൽ രാജലക്ഷ്മീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹോസ്റ്റലിൽ സ്റ്റേ ചെയ്യുന്നവർക്കും അത് കൂടാതെ ബിരിയാണി ഉണ്ടാക്കാൻ അറിയാത്തവർക്കും കൂടാതെ വീടുകളിൽ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുമ്പോൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത് റെഡിയാക്കി എടുക്കാൻ സാധിക്കും. ഇതിനു മുന്നേ എഗ്ഗ് വെച്ചിട്ടുള്ള ദം ബിരിയാണി, എഗ്ഗ് ഫ്രൈഡ് റൈസ്, പ്രോൺസ് ബിരിയാണി ഇതൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ല എങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. നമ്മളെപ്പോഴും പല വെറൈറ്റി ബിരിയാണിയൊക്കെ വീടുകളിൽ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ വ്യത്യസ്തമായി ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. എന്നാൽ നമുക്കതെങ്ങനെയെന്ന് നോക്കാം. ദിൻദിങ്കൽ ചിക്കൻ ബിരിയാണിയുടെ ഈ പാക്കറ്റ് ഓൺലൈൻ വഴി വാങ്ങിയതാണ്. ഇതിനകത്ത് 3 പാക്കറ്റ് വച്ചിട്ടുണ്ട്. ഒന്ന് റൈസിൻ്റേതും ഒരെണ്ണം അതിൽ ചേർക്കുന്ന മസാലയുടെ പേസ്റ്റ് നിറച്ച പാക്കറ്റും ഒരെണ്ണം സീസണിങ് ഓയിലുമാണ്. ആദ്യം നമുക്ക് റൈസ് ഒന്ന് എടുക്കാം. റൈസ് ഇത് സാമ്പാർ റൈസ് എന്നാണ് ഇതിന് പറയുന്നത്. ഇത് 1/4 കിലോ അളവിലാണ്. രണ്ടാമത്തത് മസാല പേസ്റ്റ് നിറച്ച പാക്കറ്റാണ്. ഇതും 250 ഗ്രാം ആണ്. രണ്ടും ഒരേ ക്വാണ്ടിറ്റി ആണ്, റൈസും ഈ മസാല പേസ്റ്റും. മൂന്നാമത്തേത് സീസണിങ് ഓയിൽ. അത് ബിരിയാണി നമ്മൾ റെഡിയാക്കിയതിന് ശേഷം ലാസ്റ്റിൽ അതിൽ ഒഴിക്കുന്ന ഒരു ഓയിലാണിത്. നമുക്ക് റൈസിൻ്റെ പാക്കറ്റ് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇത് ഒരു 2-3 പ്രാവശ്യം ഒന്ന് നല്ല വാഷ് ചെയ്തതിന് ശേഷം അതിൻ്റെ പൊടിയെല്ലാം പോകാനും അത് കൂടുതൽ വൈറ്റ് കളറാകാനും കൂടിയാണ്. അതിനുശേഷം അത് ഒരു അരമണിക്കൂർ സോക്ക് ചെയ്യാൻ വയ്ക്കണം. ഇപ്പോൾ അത് വാഷ് ചെയ്തു. ഇനി അതിലോട്ട് വെള്ളം ഒഴിച്ചതിന് ശേഷം അടച്ചു വയ്ക്കണം. ഇപ്പോൾ അരമണിക്കൂറായിട്ടുണ്ട്. ഇത് നല്ല ഒന്നുകൂടെ ഒന്ന് സോക്കായി വന്നിട്ടുണ്ട്. ഇത് അതിൽ ചേർക്കുന്ന ചിക്കനാണ്. ഇത് 1/2 കിലോ ലെഗ് പീസാണ്. അത് നല്ല ക്ലീനാക്കിയതിന് ശേഷം ഒന്ന് വരഞ്ഞ് വേണം അതിലോട്ട് ചേർക്കേണ്ടത്. ഇനി കുക്കർ നല്ല ചൂടായി വന്നതിന് ശേഷം അതിലോട്ട് ഈ മസാല പേസ്റ്റ് ചേർക്കുക. ഇതിൽ സൺഫ്ലവർ ഓയിലാണ് ഈ മസാല പേസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൽ ഒണിയൻ, ടൊമാറ്റോ, കർഡ്, ഓൾ മസാലാസ് എല്ലാം ചേർത്തിട്ട് തയ്യാറാക്കിയിട്ടുള്ളതാണ്. ഇതിന് നല്ലൊരു ഫ്ലേവറൊക്കെ ഉണ്ട് ഈ മസാലയ്ക്ക്. ഇത് ഇട്ടതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ വയ്ക്കാൻ പാടില്ല, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുത്താൽ മതി. 2-3 മിനിറ്റ് ഒന്ന് കുക്കാക്കി എടുക്കണം. ഇപ്പോൾ അത് ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയം ചിക്കൻ അതിലോട്ട് വയ്ക്കാം. ലെഗ് പീസാണ് എടുത്തത്, 500 ഗ്രാം ഉണ്ട്. ഇതിന് പകരം ചെറിയ പീസായിട്ടുള്ള ചിക്കനും ഉപയോഗിക്കാവുന്നതാണ്. എന്നിട്ട് അത് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഇളക്കിയാൽ മതി. അതിനകത്ത് ഇങ്ങനെ വരഞ്ഞിരിക്കുന്നത് കൊണ്ട് മസാലയെല്ലാം നല്ലപോലെ അത് വേകുമ്പോൾ അതിൽ പിടിക്കുന്നതാണ് മസാലയൊക്കെ. ഇനി അതിലോട്ട് ചൂടുവെള്ളമാണ് ഒഴിക്കേണ്ടത്. 1.5 കപ്പ് അളവിൽ 375 മില്ലിഗ്രാം. നമ്മൾ 1/4 കിലോ അരിയാണ് ചേർക്കുന്നത്, അതിനനുസരിച്ച് വെള്ളം ആണ് ഈ അളവ്. മസാല പേസ്റ്റെല്ലാം നമ്മൾ ചൂടാക്കിയത് കൊണ്ട് അതിൽ തണുത്ത വെള്ളം ഒഴിക്കുന്നത് നല്ലതല്ല. ഇനി നമുക്ക് ആ കുതിർത്ത് വെച്ച റൈസ് അതിലോട്ട് ചേർക്കാം. എന്നിട്ട് അതും നല്ല ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിനി അത് കുക്കർ അടച്ച് വയ്ക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 2 വിസിലാവുന്നത് വരെ ആണ്. രണ്ട് വിസിൽ വന്നാലും ഉടനെ അത് ഓപ്പൺ ചെയ്യാൻ പാടില്ല. ഒന്ന് തണുത്തതിന് ശേഷം ഒരു 15 മിനിറ്റെങ്കിലും കഴിഞ്ഞ് അത് ഓപ്പൺ ചെയ്യാവൂ.
ഇപ്പോൾ അത് 15 മിനിറ്റ് കഴിഞ്ഞു. ഇനി അത് നമുക്ക് ഓപ്പൺ ചെയ്യാം. നല്ല ഫ്ലേവറൊക്കെ ഉണ്ട്. നല്ല അത് കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. മസാലയെല്ലാം ഒന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. റൈസിലൊക്കെ എല്ലായിടത്തും ഒരുപോലെ ഒന്ന് മിക്സാക്കണം. ഇപ്പോൾ റൈസെല്ലാം നല്ല സ്മൂത്തായി വന്നിട്ടുണ്ട്. നല്ല ചൂടുമുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് സീസണിങ് ഓയിൽ ഒഴിക്കാം. ഇതൊഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ്. ഇതിനോടൊപ്പം 2-3 ബോയിൽഡ് എഗ്ഗൊക്കെ വെച്ച് സെർവ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് കൂടാതെ മറ്റാർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെങ്കിൽ അവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്യണേ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ നന്ദി.